ജനിച്ച നാടോ സ്ഥലങ്ങളോ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇല്ല. ആ 3 ദിവസം മിസ്സിങ് ആയിരുന്നു. ഞാൻ എവിടെയാണെന്ന് ഇവിടെ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. സൗദി നമ്മൾ അറബിക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നെ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോവാനോ വരാനോ പറ്റത്തില്ല. ഇപ്പം എന്നെ കൊണ്ടൊന്നിനും കഴിയാത്തതുകൊണ്ട് ഇത് കണ്ട് വീരെരിഞ്ഞ് നടക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ 9-ാം വാർഡ് ആശാരിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ സുനിത ഭവൻ എന്ന് പറയുന്ന ഒരു വീടിന്റെ മുമ്പിലാണ്. വളരെ ദാരുണമായ ഒരു സംഭവം ചൂണ്ടിക്കാട്ടാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകനായ KP അനിൽകുമാറാണ് ഈ ഒരു പ്രശ്നത്തെ വിസ്മയ ന്യൂസിന്റെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരവസ്ഥ, വളരെ ദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. ജപ്തി ചെയ്യാറായി നിൽക്കുന്ന ഒരു വീടും, അദ്ദേഹത്തിന്റെ പ്രവാസിയായിരുന്ന അദ്ദേഹം തൻ്റെ മുഴുവൻ ആരോഗ്യവും പ്രവാസകാലത്ത് മുഴുവൻ കാഴ്ചവെച്ച് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൊച്ചു ഭവനം ഇതുവരെ പണി പോലും പൂർത്തിയായിട്ടില്ല. ആ കൊച്ചു ഭവനവും അതിനകത്ത് കുറച്ച് ജീവിതങ്ങളും ഇന്ന് ദാരുണമായ ഒരു അവസ്ഥയിലാണ്. എനിക്ക് പുറത്തോട്ട് എങ്ങും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റൂല. മെമ്മറി മൊത്തത്തിൽ ലോ ആണ്. ലൊക്കേഷൻ ഇല്ല. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയാലും തിരിച്ച് പിന്നെ വരാനുള്ള വഴി അറിയാൻ പോയിട്ടില്ല. ജനിച്ച നാടോ സ്ഥലങ്ങളോ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഇപ്പം ഇല്ല. എവിടെ പോണെങ്കിലും ഒരു പരസഹായം ഇല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ പ്രവാസിയായിരുന്നു. ഞാൻ സൗദിയിൽ നിന്ന് ഇവിടെ ലീവിന് വന്നതാണ്. ജോലി ചെയ്യാറുണ്ട്. അവിടെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി. അപ്പോൾ അവിടെ നിന്ന് ലീവിന് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് കണക്ക് ഉണ്ടായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഡോക്ടറെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് അത് തിരിച്ചവിടെ പോകുമ്പോൾ ശരിയാവും, വേറെ കുഴപ്പമൊന്നും അല്ല. ഇവിടെ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് ആദ്യം ചികിത്സിച്ചത്. അപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് പോയി. അപ്പോൾ എനിക്ക് ഡേറ്റ് ആയി, പോകാതിരിക്കാനും പറ്റില്ല. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് കയറി സൗദി എയർപോർട്ടിൽ വീഴുകയാണ് ചെയ്തത്. അവിടെ നിന്ന് വീണ് അവിടെ നിന്ന് വീണെന്നാണ് പറയുന്നത്. ആ 3 ദിവസം മിസ്സിങ് ആയിരുന്നു. ഞാൻ എവിടെയാണെന്ന് ഇവിടെ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. സൗദി നമ്മൾ അറബിക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നടുത്ത് ഉണ്ടതായിട്ട് ഇവിടെ വീട്ടിലൊക്കെ അറിഞ്ഞ്. എനിക്ക് അവിടെ വെച്ച് എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അവിടെ ചെറിയൊരു ഓപ്പറേഷൻ തലയിൽ അന്ന് അവിടെ ഷണ്ട് ഇട്ടിരുന്നു ഇവിടെ തലയ്ക്കകത്ത്. അവിടെ നിന്ന് പിന്നെ അറബി വന്ന് എന്നെ കണ്ട് എന്നെ അറിയാമെന്ന് ചോദിച്ച് അദ്ദേഹം. ഞാൻ പറഞ്ഞു അറിയാൻ പറ്റുന്നു, ഞാൻ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ബാബയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞു ഇതുപോലെ തലയിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി നാട്ടിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട്. 3 ആഴ്ചയായിട്ടും അവിടെ കിടന്ന ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് റൂമിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഇങ്ങോട്ട് ഇവിടെ എയർപോർട്ടിൽ വന്ന് എനിക്കിവിടെ അപ്പോഴും ഇവിടെ ആരെയും അറിയത്തില്ല. അത് ശരിക്കും വൈഫിനെയും കുട്ടികളല്ല വേറെ ആരെയും എനിക്ക് അറിയാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ സ്ഥലങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ സാറ് പറഞ്ഞിരുന്നത് വളരെ റെയറായിട്ട് വരുന്ന ഒരു അസുഖമാണ്. പിന്നെ എല്ലാവരും ഇന്നുവരെ ഒരു അറിവിൽ 6 പേർക്ക് ഈ അസുഖം, ലോകത്തുള്ള 6 പേർക്ക് വന്നിട്ടുള്ളൂ. കൊളോയിഡ് സിസ്റ്റം എന്നാണ് അന്ന്. അപ്പോൾ ഇത് ലോകത്ത് 6 പേർക്ക് ഇതുവരെ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. ഇത് വന്നാൽ ഇങ്ങനെ രക്ഷപ്പെടുന്നില്ല. എന്തോ ഇയാളെ ഭാഗ്യം കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടതാണ്. ഡോക്ടർ രാജാക്കുട്ടി, ന്യൂറോ സർജൻ രാജാക്കുട്ടി സാറാണ് എന്നെ സാറിൻ്റെ ചികിത്സയിലാണ്. 3.5 വർഷമായി. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അപ്പോൾ അന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് വിട്ടു. പക്ഷേ വീണ്ടും 1.5 വർഷം കഴിഞ്ഞപ്പോഴടുത്ത 1.5 വർഷം കഴിയുമ്പോൾ അതേ പൊസിഷനിൽ അതേ സ്ഥാനത്തിന് വീണ്ടും ആ ട്യൂമർ വന്നു. വീണ്ടും മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ സാർ പറഞ്ഞ് അഡ്മിറ്റ് ആവുന്നു. വീണ്ടും അത് തന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ആദ്യം ഇവിടെ ഇങ്ങനെ തല മുത്തി ഓപ്പറേഷൻ ചെയ്ത് ട്യൂമർ മാറ്റിയതാണ്. പക്ഷേ ആ മാറ്റിയ സ്ഥലത്തിന് വീണ്ടും അതേ ട്യൂമർ വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും അഡ്മിറ്റായി. സ്കാൻ ചെയ്ത് പറഞ്ഞ് വീണ്ടും അവിടെ വരികയാണ്, ഇയാൾ വീണ്ടും അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ഷണ്ട് ഇട്ടിരുന്നു, ഈ ട്യൂബ് ഇങ്ങനെ ഇട്ടിരുന്നു ഇവിടെ നിന്ന് വയർ കീറിയിട്ട് ഇവിടെ നെറ്റും പോയിട്ട്. അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ തലച്ചോറിൽ അണുബാധ ഉണ്ടായി. അതാണ് പിന്നെ ഇവിടെ വീണ്ടും അഡ്മിറ്റ് ആകാൻ കാരണം. അവിടെ ചെന്നപ്പോൾ ബ്ലഡിലൊക്കെ ആയിപ്പോയി. രക്ഷപ്പെടാൻ വലിയ പാടാണ്. വീണ്ടും അഡ്മിറ്റ് ആകുക. അത് 3 മാസം ഒരേ കണക്ക് പിന്നെ
ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. മെഡിക്കൽ കോളേജ് കിടന്ന് കഴിഞ്ഞാൽ 3 മാസം വീട്ടിൽ പോകേണ്ട, ഇവിടെ തന്നെ കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം അവിടെ ഇഞ്ചക്ഷനായി. അണുബാധ കുറഞ്ഞതിന് ശേഷം വീണ്ടും ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടു. മരുന്നിനൊക്കെ എത്ര രൂപ ആവുന്നുണ്ട്? 4,000-5,000 രൂപ ഗുളിക മാത്രം. ഒരു മാസത്തെ ഗുളിക മാത്രം 5,000 രൂപയ്ക്ക് പുറത്തു പോകും. അത് കൂടിയ ഗുളിയാണ്. ട്രീറ്റ്മെൻറ്റ് പിന്നെ സ്കാൻ ചെയ്യണം, സ്കാനിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുള്ളി പറഞ്ഞപ്പോൾ ഈ ഇൻഫെക്ഷൻ വന്നതോടെ ആദ്യം തലയിൽ ട്യൂബ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കിടക്കുന്നതുകൊണ്ടാണ് ജീവൻ തന്നെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ വന്നപ്പോൾ എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞ് ഇപ്പം തലയിൽ വെള്ളമില്ല, ഇനി വെള്ളം കിട്ടണമെങ്കിൽ വീണ്ടും ആ ട്യൂബ് ഇടേണ്ടി വരും എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാനോ വരാനോ പറ്റത്തില്ല. ഒരാളെ സഹായം ഇല്ലാതെ തന്നെ ഒന്നും പറ്റത്തില്ല. തന്നെ ആദ്യമൊക്കെ ആണെങ്കിൽ ഈ ഓപ്പറേഷൻ ആദ്യം നടന്ന സമയത്താണെങ്കിൽ ചേട്ടന് പല്ല് തേക്കാൻ പോലും അറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. പടിയെ ഓരോന്ന് പഠിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നോണം പറയാം. ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ടും എങ്ങും പോകാനോ വരാനോ ഒന്നും, ഈ അടുത്ത് മുക്ക് വരെ പോയിട്ട് വരാൻ പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ തുടർന്ന് മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാവുമെന്ന് നമുക്കറിയത്തില്ല. ഈ ചേട്ടൻ പോകുന്ന ഒരു 2 വർഷം മുമ്പാണ് നമ്മൾ വീട് വെച്ചത്. വീട് സർക്കാരിൽ നിന്ന് കിട്ടി 2 ലക്ഷം രൂപയുടെ ഇതിൽ കിട്ടി, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് തന്നെയാണ്. കിട്ടിയിട്ട് അതിനുശേഷം നമ്മളെ കയ്യിൽ നിന്നും കൂടെ വസ്തു കടപ്പെടുത്തിയാണ് നമ്മൾ വീട് ഇത്രയെങ്കിലും ഒരു ഇതായിരുന്നു. പൂർണ്ണമായിട്ടും പണി തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ആ കടബാധ്യത നമ്മൾ കൃത്യമായിട്ട് ചേട്ടൻ അവിടെ ആയിരുന്ന സമയത്ത് നമ്മൾ അടച്ചുകൊണ്ടിരുന്നു. ഒരു ലോണ് ഒരു തവണ പോലും പെൻഡിങ് വന്നിട്ടില്ല. അപ്പോൾ അടച്ചുകൊണ്ടിരുന്ന ഈ ചേട്ടന് സുഖമില്ലാതായ ശേഷം 3-3.5 കൊല്ലം കൊണ്ട് ആ ലോണ് അതേപോലെയാണ്. ഇതുവരെ ഞാൻ അടയ്ക്കാനോ ഒന്നിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ബാങ്കുകാർ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. അവർ ഒന്നി പലിശ അടയ്ക്കണം, പുതുക്കണം. എന്നിട്ട് അവർ തന്നെ ചോദിക്കുന്നു, പുതുക്കി വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് തുടർന്ന് അടയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വസ്തു വിറ്റിട്ട് മറ്റ് ആർക്കെങ്കിലും കച്ചവടമാക്കിയ ശേഷം അവരെ കട തീർത്തിട്ട് നിങ്ങൾ അല്ലാതെ വല്ലോ താമസിക്കണം. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഞാൻ തൊഴിലുറപ്പ് ജോലിക്ക് അല്ലാതെ വേറെ ഒന്നിനും ഞാൻ പോകുന്നില്ല. ആ ഒരു തുച്ഛമായ വരുമാനത്തിലാണ്. അവർ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. അല്ലാതെ ഒരു വരുമാനമില്ല. അതിൽ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ കിട്ടുന്ന അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അല്ലാതെ വേറെ ഒന്നും നമുക്കൊരു വരുമാനം ഇല്ല. വേറെ തരാനും ബന്ധുക്കളും അങ്ങനെ അവർക്കും നിവൃത്തിയില്ല. അവരും പാവങ്ങളാണ്. പുളിമാത്ത് പഞ്ചായത്തിലെ 9-ാം വാർഡാണിത്. ഇവിടെ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇത് വിളിച്ചറിയിച്ചത്. അവിടെ വളരെ വിഷമമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്യൂമർ പോലെയുള്ള ഒരു അസുഖമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു തലയിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയും മറ്റു കാര്യങ്ങളും ഒന്നും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അതിലുപരി സർക്കാർ കൊടുത്ത ഒരു വീട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് പണിഞ്ഞു. അതും ഇപ്പോൾ കടബാധ്യതയിൽ ജപ്തി ഭീഷണിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവരുടെ പഠനം പോലും വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ്. അവരുടെ വളരെ നാട്ടുകാരും അവരൊരുവൊക്കെ സഹായിച്ചാണ് ഇപ്പോൾ അവരുടെ ഉപജീവന മാർഗം നടത്തി പോകുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഈ കാണുന്ന പ്രേക്ഷകർ, ഗൾഫ് മലയാളികൾ, പ്രവാസികൾ, അവരെ കനിയണം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എനിക്ക് 2 പെൺമക്കളാണ്. 2നെ ഞാൻ തനിച്ചുള്ളായിരുന്നു. കഷ്ടപ്പെട്ട ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ ആയതിലുള്ള വിഷമമാണ് എനിക്ക്. ഒരാൺകുട്ടിയില്ല എനിക്ക്. അവരിങ്ങനെ ആയി. ഞാൻ ഇനി വേറെ ഒന്നും ചെയ്യത്തില്ല. അവിടെ ഒരു തട്ടുകടയുണ്ട്. അവിടെയെങ്കിലും ചിലവൊന്നുമില്ല. അവിടെ പോയി ഇരുന്നാലും ഒന്നും കിട്ടാനൊന്നുമില്ല. പിന്നെ 50 കുട്ടി ഞാൻ ജോലിക്ക് കൂലിപ്പണി ചെയ്താണ് അവരെ 2 പേരെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇപ്പം എന്നെ കൊണ്ടൊന്നിനും കഴിയാത്തതുകൊണ്ട് ഇത് കണ്ട് വീരെരിഞ്ഞ് നടക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തത്.
അവരുടെ അവസ്ഥ ഇപ്പം വളരെ ദയനീയമാണ്. അനിയനിനി ഈ അസുഖം വന്നുകൂടുന്നില്ല, ഇനിയും വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ബാങ്കിൻ്റെ ജപ്തിയുടെ വക്കിലായിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം വിളിച്ച് അവർ പറയുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടാണ്. ബിജുവിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ വളരെ ദാരുണമായ അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ജപ്തി ചെയ്യാറായ വീടും 2 മക്കളുടെ പഠനവും കുടുംബത്തിൻ്റെ ചെലവും എല്ലാം തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഈ കുടുംബത്തിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ഇത് കാണുന്നവർ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ദയനീയത തോന്നി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ, നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ വിലയിൽ നിന്നും അവർക്ക് വേണ്ടത് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ബിൻഡോ കജോസ്, വിസ്മയ ന്യൂസ്.